യോഗത്തിൽ സ്വാഗതം ആശംസിക്കാൻ കേന്ദ്ര സമിതി കൺവീനർ ശ്രീ ആന്റോ മാത്യുവിനെ ക്ഷണിക്കുന്നു. മണ്ണുത്തി സെന്റ് ആന്റണീസ് ഇടവകയുടെ ഇടവക ദിനത്തോടനുബന്ധിച്ചുള്ള രണ്ടാമത്തെ ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വേദിയിലുള്ള ബഹുമാനപ്പെട്ട പോളിയച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കൈക്കാരന്മാർ, ഹെഡ് മാസ്റ്റർ തുടങ്ങി സദസ്സിലുള്ള പ്രിയപ്പെട്ട കൈക്കാരന്മാർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇടവക ജനങ്ങൾ, ഇവിടെ ഈ പരിപാടി കാണാനായിട്ട് വീക്ഷിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഇടവകങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. മണ്ണുത്തി ഇടവകയെ സംബന്ധിച്ച് ഇന്നലെയും ഇന്നുമായിട്ട് വലിയ ആഘോഷത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ, 26ഓളം വരുന്ന കുടുംബ കൂട്ടായ്മകൾ, അതുപോലെ തന്നെ 12ഓളം വരുന്ന സംഘടനകൾ, അതുപോലെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ, അധ്യാപകർ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ളൊരു ആഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നലെയൊക്കെ നിങ്ങൾ പലരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇന്നലെ വൈകിട്ട് നമ്മുടെ പരിപാടികളോട് ആരംഭിക്കുമ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കൂരിയ ബിഷപ്പ് സെബാസ്റ്റ്യൻ പിതാവിനെ നമുക്കിവിടെ അപ്രതീക്ഷിതമായിട്ട് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഇവിടെ ആരംഭിച്ച ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ പരിപാടി അതിനുശേഷം കൃത്യം 9:30 വളരെ ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചു. ഇവിടെ നമ്മുടെ ഈ ഹാളിൽ ഇരിക്കുന്ന ആളുകളെക്കാട്ടും കൂടുതൽ ആൾക്കാർ പുറത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഫുഡ് ഫെസ്റ്റായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും വലിയ തിരക്കില്ല. ഇതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ നമ്മുടെ പിന്നിൽ ഹോളി ഫാമിലി സ്കൂളിലും പള്ളിയുടെ ചുറ്റൊക്കെ ആയിട്ട് ഇനി പരിപാടി അവതരിപ്പിക്കാനൊക്കെ ആയിട്ടുള്ളവർ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ പരിപാടികളൊക്കെ കാണണം, ആസ്വദിക്കണം. ഈ ഇടവക ദിനത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം നമ്മുടെ ഇടവകയുടെ കൂട്ടായ്മ തന്നെയാണ്. നമ്മുടെ പോളിച്ചൻ്റെ കീഴിൽ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് വികാരി ജിതിനച്ഛൻ്റെ കീഴിൽ നമ്മുടെ ഈ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് നമ്മുടെ ഇടവകയിൽ ഒരുപാട് വിവിധ സന്യാസിനി സമൂഹത്തിൻ്റെ ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട്. വേറെ 1-2 നമ്മുടെ ഡോൺ ബോസ്കോ, അതുപോലെ തന്നെ പ്രേക്ഷിതാരാം തുടങ്ങിയ അച്ഛന്മാരുടെ സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 850ഓളം വരുന്ന കുടുംബങ്ങളുടെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഉത്സവമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനാൽ തന്നെ എല്ലാവരും പരിപാടികൾ ഇതൊക്കെ കാണാനുള്ള ആകാംക്ഷയിലാണെങ്കിൽ കൂടി 1-2 ചെറിയ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. എന്താണ് ഇടവകയുടെ ഈ കൂടിച്ചേരലിൻ്റെ കാതലായിട്ടുള്ള കാര്യം? എല്ലാവർക്കും സന്തോഷിക്കാൻ, എല്ലാവരും പ്രത്യേകിച്ച് കുടുംബ കൂട്ടായ്മകളെ പറ്റി പറയുമ്പോൾ നമുക്ക് 26ഓളം കുടുംബ കൂട്ടായ്മകൾക്ക് ഒരുപാട് ഭാരവാഹികളുണ്ട്. ഇവിടെ പള്ളിയുമായി ബന്ധപ്പെട്ട് കൈക്കാരന്മാരുണ്ട്, വിവിധ സംഘടനകളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും കൂടിച്ചേർന്ന് വളരെ ഐക്യത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇവിടുത്തെ നമ്മുടെ എല്ലാ പരിപാടികളും വളരെ മനോഹരമായിട്ട് തീരുന്നു. സഭയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അത്തരം രീതിയിലുള്ള സന്ദേശങ്ങളാണ് നമ്മുടെ ഈ കൂടിച്ചേരലുകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരം പരിപാടികളിൽ നമ്മുടെ ഇടവക എന്നും മുൻപന്തിയിലാണ്. ഒപ്പം തന്നെ എല്ലാ ആഘോഷങ്ങൾക്കൊപ്പവും കാരുണ്യത്തിൻ്റെ വലിയ ഹസ്തങ്ങൾ നീട്ടാനായിട്ട്, അശരണായവർക്ക്, ആവശ്യങ്ങളുള്ളവർക്ക്, രോഗികളായിട്ടുള്ളവരൊക്കെ സഹായിക്കാനായിട്ടൊക്കെയുള്ള വലിയ പ്രതിബദ്ധത നമ്മളിവിടെ എന്നും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇനിയും അഭംഗുരം തുടരണം. അതിന് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. നിങ്ങളെല്ലാവരും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലത്തെയൊക്കെ പരിപാടികൾ തന്നെ അതിന് വലിയ ഉദാഹരണങ്ങളാണ്. നമ്മുടെ ഇടവകയിലത്തെ മുഴുവൻ എല്ലാ തരത്തിലുള്ള 87 വയസ്സുള്ള അമ്മാമ തൊട്ട് 3 വയസ്സുള്ള കുട്ടി വരെ ഇന്നലെ ഇവിടെ പരിപാടി അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ഐക്യം, കൂട്ടായ്മയൊക്കെയാണ് വിളിച്ചോതുന്നത്. അപ്പോൾ അതിൽ സഹകരിച്ച എല്ലാവർക്കും ആദ്യമേ തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പോളിയച്ഛനാണ്. ഞാൻ അച്ഛനെ പറ്റി കൂടുതലൊന്നും പറയില്ല. കഴിഞ്ഞ 2.5 വർഷത്തോളം ആയിട്ട് നമ്മുടെ ഇടവകയിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള എല്ലാവരും നേരിട്ട് തൊട്ടും കേട്ടൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവരോട് വരെ വളരെ സന്തോഷത്തോട് ഇടപെടാനായിട്ട് അച്ഛനൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്.
നിങ്ങളിപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കൊന്തമാസത്തിൽ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നവംബർ മാസം വിശുദ്ധരുടെയും അതുപോലെ തന്നെ മരിച്ചവരുടെയൊക്കെ മാസമൊക്കെയാണ്. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ഇവിടെ നടത്തിയിട്ടുള്ള പരിപാടികൾ പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ട് കഴിഞ്ഞ നമ്മുടെ ഒക്ടോബർ 31 നടത്തിയ കൊന്ത റാലിയോടനുബന്ധിച്ചുള്ള നമ്മുടെ ആ 27 ലൈവ് മാതാവുമാരെ നമ്മുടെ ആൾത്താരയിൽ കൊണ്ട് നിർത്തിയിട്ടുള്ള ഒരൊറ്റ ചിത്രം മതി നമുക്ക് പോളിയച്ചനെ പറ്റി എല്ലാ കാലത്തും ഓർക്കാൻ എന്നുള്ള മുഖവരയോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വികാരി ഫാദർ പോളി നീലങ്കാവിലിനെ ഹൃദ്യമായി സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നീട് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള മുഖമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടക സിസ്റ്റർ ആനി കുര്യാക്കോസ്, ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ അധിപ, ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആ സഭയുടെ അതിൻ്റെ മുഖ്യ ചുമതലക്കാരി. വലിയ തിരക്കുണ്ട്. ഇന്നലെയൊക്കെ അവിടെ അവരുടെ ജൂബിലി ആഘോഷങ്ങളൊക്കെ ആയിരുന്നു. വന്നവരൊന്നും തിരിച്ചു പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ എപ്പോഴും നമ്മുടെ സദസ്സിൽ ഇപ്പോൾ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ഒരുപാട് സിസ്റ്റർമാർ പല വേഷത്തിൽ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇന്നലെ 2 കോൺഗ്രിഗേഷൻ്റെ വക പാപ്പാഗാനം ഉണ്ടായിരുന്നു. ഇവിടെ ഇറ്റാലിയൻ പാപ്പാഗാനം. നമുക്ക് തികച്ചും അന്യമായിട്ടുള്ള ആ ഗാനമൊക്കെ അവരിവിടെ അവതരിപ്പിച്ചു. അപ്പം അത്തരം നമ്മളോട് കൂടിച്ചേർന്ന് ഇണചേർന്ന് നിൽക്കുന്ന ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൻ്റെ പ്രിയപ്പെട്ട ആനി കുര്യാക്കോസ് സിസ്റ്റർ ഒരുപാട് വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട സിസ്റ്റർ നമ്മുടെ സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്ന സമയത്ത് പലർക്കും വലിയ പരിചയമുണ്ട്. എന്നാലും ഇവിടെ ഇന്ന് മണ്ണുത്തിയിൽ നമ്മുടെ ഇടവകത്തിനെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സിസ്റ്ററെ സ്നേഹത്തോടെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നീട് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ സാമറിറ്റൻ സിസ്റ്റേഴ്സിൻ്റെ സുപ്പീരിയർ ജനറലായിട്ടുള്ള സിസ്റ്റർ അൽഫോൺസ CS പുതുതായിട്ട് നമ്മുടെ ഇടവക അതിർത്തിയിൽ തന്നെ പുതിയൊരു ഭവനം പണിത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അവിടേക്ക് മാറി വലിയൊരു സാമ്രാജ്യം തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇനിയും അത് നന്നായി വളർത്തിക്കൊണ്ടുവരാൻ വേണ്ട അനുഗ്രഹം, ദൈവാനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അവർക്കും ഇന്നലെ ജൂബിലി ആയിരുന്നു. അപ്പോൾ ആ ജൂബിലിക്കായിട്ടാണ് നമ്മുടെ സെബാസ്റ്റ്യൻ പിതാവ് വന്നത്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ അച്ഛൻ വളരെ തന്ത്രപൂർവ്വം അച്ഛൻ്റെ വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് പ്രത്യേകമായിട്ട് സിസ്റ്റർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നീട് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കൈക്കാരന്മാരായിട്ടുള്ള ജോയേട്ടനെയും അതുപോലെ തന്നെ ഇവിടെ നന്ദി പറയുന്ന ജോണി ചേട്ടനെയും, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ നമ്മുടെ കുട്ടികളുടെ ഒരുപാട് പരിപാടികൾ, അതുപോലെ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട ഒരുപാട് സമ്മാനങ്ങൾ, ഇതൊക്കെ നമ്മൾ വേറെ പരിപാടികൾക്കൊന്നും പോകാണ്ട് നമ്മുടെ ഇടവകത്തോട് കൂട്ടിച്ചേർത്തിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട ജിയോ മാഷ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നീട് സദസ്സിൽ ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ ഇനിയും ഒരുപാട് കോൺഗ്രിഗേഷൻസൊക്കെ കൂടി ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഒക്കെ ഞങ്ങളുടെ സ്വന്തം ആൾക്കാരായതുകൊണ്ടും അവരെയും ഹൃദ്യമായി ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നീട് കൈക്കാരന്മാർ, ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ആളുകളൊന്നും ഇല്ലെങ്കിൽ ഇത്തരമൊരു പരിപാടിക്ക് വലിയ പ്രസക്തിയില്ല. നമ്മൾ ഈ സമയത്ത് വലിയ ചർച്ചയാണ്. നമ്മുടെ മക്കളാരും ഇവിടെ സ്ഥലത്തില്ല. ആകെ എല്ലാ 850 വീടുകളിൽ 400 വീടുകളിലും വയസ്സായവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ട സൗകര്യമൊക്കെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ ഇരുന്നിട്ടെങ്കിലും നമ്മുടെ പരിപാടികളൊക്കെ ഇവിടുത്തെ കാണട്ടെ. അപ്പോൾ അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേരെയും, ഇടവക ജനങ്ങളെയും, അല്ലാതെ വന്നിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെയും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെയും, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരാണ്ട് പരിപാടികളിലൊക്കെ വേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെയും, ഇവിടെ സന്നിഹിതരായിട്ടുള്ള അല്ലാത്തതുമായിട്ടുള്ള മുഴുവൻ പേരെയും ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്.
ഇടവക ദിനാഘോഷത്തിന്റെ 2ാം ദിനം ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യാൻ എല്ലാ വിശിഷ്ടാതിഥികളെയും ക്ഷണിക്കുന്നു. ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനായി ഹോളി ഫാമിലി സുപ്പീരിയർ ജനറൽ റെവറൻഡ് സിസ്റ്റർ ആനി കുര്യാക്കോസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ഇടവകയുടെ പിതാവും ഈ ഇടവകയെ മുഴുവനും സ്വന്തം കുടുംബമായി കണ്ടുകൊണ്ട് അസിസ്റ്റന്റ് വികാരി റവറൻഡ് ഫാദർ ജിതിൻ നെല്ലങ്കരയെ ഒരു പുത്രനെ പോലെ സ്നേഹിച്ചും ഈ ഇടവക അംഗങ്ങളെ മുഴുവനും സ്വന്തം മക്കളെ പോലെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയും ഈ ഇടവക കുടുംബത്തെ ഭംഗിയായി വിവേകത്തോടെ വിനയത്തോടെ ബുദ്ധിപൂർവം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഞങ്ങളെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ റവറൻഡ് ഫാദർ പോളി നീലങ്കാവിൽ, നമുക്ക് ഏവർക്കും വളരെ ഹൃദ്യമായ ഒരു സ്വാഗതം ആശംസിച്ച കേന്ദ്രസമിതി കൺവീനർ മിസ്റ്റർ ആൻറ്റോ പടക്കമ്പാടൻ, ഇവിടെ ആശംസ അർപ്പിക്കുവാനായി സന്നിഹിതയായിരിക്കുന്ന കോൺഗ്രിഗേഷൻ ഓഫ് സമരിറ്റൻ സിസ്റ്റേഴ്സിൻ്റെ സുപ്പീരിയർ ജനറൽ റെവറൻഡ് സിസ്റ്റർ അൽഫോൻസ CSS, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന പ്രിയപ്പെട്ടവരെ ഫെലിസിറ്റേഷൻ നടത്തുന്നതിനായി സന്നിഹിതരായിരിക്കുന്ന കാറ്റഗിസം പ്രിൻസിപ്പൽ മിസ്റ്റർ ജിയോ റാഫേൽ, ട്രസ്റ്റി മെമ്പർ മിസ്റ്റർ ജോയ് പുളിക്കൻ, നന്ദി അർപ്പിക്കുവാനായി സന്നിഹിതനായിരിക്കുന്ന മിസ്റ്റർ ജോണി കുരുത്തുകുളങ്ങര കൂള, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, കൊച്ചുമക്കളെ, ഇന്ന് ഈ ഇടവക കുടുംബത്തിന് വലിയൊരു ഉത്സവത്തിൻ്റെ ദിനമാണ്. ഇന്നലെ ഇന്നും ആയിട്ട് ഇടവക മുഴുവനും വലിയ ആഘോഷത്തിലാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇടവകയുടെ കൂട്ടായ്മയെ ഊട്ടിയുറപ്പിക്കുവാൻ എല്ലാവരും 850 കുടുംബങ്ങളുള്ള ഈ ഇടവക ഒരൊറ്റ കുടുംബമായി ചേർന്നുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ വലിയൊരു ഉത്സവം ഏവരും കൂടി ആഘോഷിക്കുകയാണ്, ദൈവത്തിൻ്റെ വലിയ കൃപയിലും കരുണയിലും ആശ്രയിച്ചുകൊണ്ട്. ലോകം വളരെ ചുരുങ്ങുകയും ചെറുതാവുകയും ഹൃദയങ്ങൾ അകലുകയും ഒന്നിനും ആർക്കും സമയമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ ഒന്നിച്ചു ചേർന്ന് ആ കൂടുമ്പോഴുള്ള ഇമ്പം, ഒരു സന്തോഷം അനുഭവിക്കുവാൻ ദൈവം നമ്മെ, പ്രത്യേകിച്ച് ഈ ഇടവകയെ അനുഗ്രഹിച്ചതിന് നമുക്ക് നന്ദി പറയാം. ഇവിടെ ആയിരിക്കുമ്പോൾ ഇവിടെ വെൽക്കം മിസ്റ്റർ ആൻറ്റോ പറഞ്ഞതിൽ നിന്നും മനസ്സിലായി ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഇടവകയിൽ നടക്കുന്നു. മതബോധനം, വിശ്വാസ പരിശീലനം, ഒത്തിരിയേറെ സംഘടനാ പ്രവർത്തനങ്ങൾ, ഇടവകയുടേതായ ഭക്തകൃത്യങ്ങൾ, വിശ്വാസത്തിൽ ഈ കുടുംബത്തെ മുഴുവൻ വളർത്തുവാൻ വേണ്ടി എല്ലാവരും ഒന്ന് ചേർന്ന് നടത്തുന്ന അധ്വാനങ്ങൾ, പരിശ്രമങ്ങൾ, പ്രാർത്ഥനകൾ,
ധ്യാനം, പ്രൊസഷൻ, ഇതൊക്കെ ഈ സ്വാഗത പ്രസംഗത്തിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആഴ്ചയിലൊരു ദിവസം മഠത്തിൽ വലിയച്ഛനും കൊച്ചച്ഛനും ഒക്കെ മാറി മാറി കുർബാന ചൊല്ലാൻ വരാറുണ്ട്. അപ്പോഴും ഇവരെ ഹൃദയത്തിൽ മുഴുവനും ഈ ഇടവകയിലെ ജനങ്ങളാണ്. ഈ ഇടവകയെക്കുറിച്ചുള്ള വിശേഷങ്ങളും ഇതിനെ നന്മയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ചിന്തകളും ആശയങ്ങളും ഒക്കെ വൈദികർ പങ്കുവയ്ക്കാറുണ്ട്. അങ്ങനെ ഇവിടെയുള്ള വൈദികരോട് സഹകരിച്ച് വളരെ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന ഈ ഇടവക ജനങ്ങളെ, ഇതിലെ ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിക്കുകയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ നിങ്ങളോട് എന്താ പറയുക എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെയാണ്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ഒരു കയ്യിൽ ബൈബിളും ഒരു കയ്യിൽ ഭരണഘടന, അതിനെക്കുറിച്ചുള്ള കുറിപ്പുകളും ആയിട്ടാണ് സത്യപ്രതിജ്ഞയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. എന്തതിന് കാരണം? വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാണ് അമേരിക്ക. അതിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. പക്ഷെ ക്രിസ്ത്യാനിറ്റിയെയും ക്രിസ്തുവിനെയും ഏറ്റുപറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിത്വത്തിനുടമ. തൻ്റെ വിശ്വാസം ഏറ്റുപറയാൻ, അത് എവിടെ ഏറ്റുപറയാൻ അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഓരോ വാക്ക് പറയുന്നത് ലോകം മുഴുവൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമെന്ന്. എന്നിരുന്നാലും അത് ഏറ്റുപറയാനുള്ള ധൈര്യം, ഓപ്പൺനെസ് അദ്ദേഹം കാണിച്ചു. അത് വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ്. ദൈവത്തിന് കൊടുക്കുന്നത് ദൈവത്തിനും, സീസറിന് കൊടുക്കേണ്ടത് സീസറിനും കൊടുത്ത് വളർന്നതിൻ്റെയും വളരുന്നതിൻ്റെയും ഒക്കെ ഒരു പ്രകടനം ആയിരുന്നു അത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളൊക്കെ വിശ്വാസികളാണ്, ക്രിസ്ത്യാനികളൊക്കെയാണ്. നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിൽ ഈശോയെ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസത്തിന് എന്തുമാത്രം ആഴമുണ്ട്! ഒരു പാറയിൽ പണിത ആ കെട്ടിടം പോലെ ബൈബിളിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 7 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് 2 തരം കെട്ടിടങ്ങൾ പണിതതിനെക്കുറിച്ച്. ഒന്നിൻ്റെ ബേസ്, അടിസ്ഥാനം പാറയായിരുന്നു, മറ്റത് മണലായിരുന്നു. പക്ഷെ ജീവിതത്തിൽ കാറ്റും കോളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ കെട്ടിടങ്ങളാകുന്ന നമ്മുടെ ജീവിതങ്ങളൊക്കെ തകർന്നടിയാണ്. അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, പിടിച്ചു നിൽക്കാനുള്ള ബലം, ശക്തി, കരുത്ത് നമുക്കില്ലാതെ പോകുന്നു. അടിസ്ഥാനമില്ലാതെ പോകുന്നു. ഈ അടിസ്ഥാനം ഇട്ടുകൊടുത്ത് വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുന്നതാണ് ഫെയ്ത്ത് ഫോർമേഷൻ, വിശ്വാസ പരിശീലനത്തിൽ നമ്മൾ ചെയ്യുന്നത്. അത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഉരുവാകുന്നത് മുതലേ തന്നെ വിശ്വാസ പരിശീലനത്തിലേക്ക് നയിക്കുന്നു. അവിടെ എന്തെങ്കിലും കുറവുകളോ കോട്ടങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ മേക്കപ്പ് ചെയ്യുന്നു കാറ്റഗിസം ടീച്ചേഴ്സ്. അതുപോലെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നമ്മൾ കൊണ്ടും കൊടുത്തും പഠിക്കുകയാണ്, വളരെയാണ്. എനിക്ക് നല്ല സന്തോഷം തോന്നി. AKCC അംഗങ്ങളിവിടെ പ്രാർത്ഥനാ ഗാനം ആലപിച്ചപ്പോഴും നല്ല പ്രായപൂർത്തിയായ ആളുകൾ ഇവിടെ വന്ന് നിന്ന് നല്ല ഭംഗിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് പ്രാർത്ഥനാ ഗീതം ആലപിച്ചു. നല്ല സന്തോഷവും അഭിമാനവും തോന്നി. അതിൽ പങ്കെടുത്ത എല്ലാവരും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അത് നിങ്ങളുടെ കുട്ടികൾക്കും കാണുന്ന കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒരു പ്രേരണയും പ്രചോദനവും കൂടിയാണ്. ഈ നമുക്ക് ദൈവ തിരുമനസ് നിറവേറ്റി ചെയ്യുക, ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് സേവിച്ച് അവിടുത്തെ കൽപ്പനകളനുസരിച്ച് ജീവിച്ച് സ്വർഗത്തിലെത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ അധ്വാനവും പരിശ്രമവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത വഴികളിലൂടെ അവിടേക്ക് എത്തുന്നെന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തന രംഗങ്ങൾ വ്യത്യസ്തങ്ങളായാലും ലക്ഷ്യം ഒന്ന് തന്നെ, വിശ്വാസം ഒന്ന് തന്നെ. ഈശോയാണ് നമ്മുടെ ഏകരക്ഷകൻ എന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വ്യത്യസ്തങ്ങളായ പ്രവർത്തന മണ്ഡലങ്ങളിലൂടെ ഏത് രംഗത്തായാലും യേശുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്നു. ഈ ലോകത്ത് എന്തെല്ലാം പൊസിഷൻസിൽ എത്തിച്ചേർന്നാലും, മാർപ്പാപ്പ വരെ ആയാലും, അതിനേക്കാളൊക്കെ ലോകവും സഭയും ഒക്കെ വിലമതിക്കുന്നത് ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ ആയിത്തീരുക എന്നതിലാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും. അപ്പം നമ്മുടെ ക്രൈസ്തവ ജീവിതം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നമ്മളുള്ള നന്മയെ പങ്കുവെച്ച് നന്മയിൽ വളരാൻ,
ഐക്യത്തിലും സ്നേഹത്തിലും ഒന്നു ചേർന്ന് ജീവിക്കാൻ, നമ്മുടെ വ്യക്തിത്വങ്ങളെ സ്വർഗോന്മുഖങ്ങളായി വാർത്തെടുക്കുവാൻ ഒക്കെ ദൈവകൃപ ആർജിച്ചെടുക്കാനുള്ള അവസരങ്ങളാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഇങ്ങനെ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ കുറേ ഷെയറിങ് നടക്കുന്നുണ്ട്. നന്മയുള്ളവർ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ നന്മ കൈമാറ്റം ചെയ്യപ്പെടും. തിന്മയുള്ളവരാണെങ്കിൽ തിന്മയിൽ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ വളർന്ന് വളർന്ന് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഇടവകയിൽ ഇവിടെ നോക്കുമ്പോൾ എല്ലാവരുമുണ്ട്. ഈ ഇടവകയുടെ മുഴുവൻ ഒരു ക്രോസ് സെക്ഷൻ, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, പിന്നെ അൽമായരുണ്ട്, കൊച്ചു മക്കളുണ്ട്, യുവാക്കളുണ്ട്. ഇന്ന് കേട്ട് 87 വയസ്സ് മുതൽ 3 വയസ്സ് വരെ റേഞ്ചിലുള്ളവരൊക്കെ സ്റ്റേജിൽ കയറുന്നു എന്നുള്ളത്. അങ്ങനെ വലിയൊരു കൂട്ടായ്മ, ഒരു പങ്കുവയ്ക്കലിൻ്റെ ഒരു രംഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളെ നന്നായി വിനിയോഗപ്പെടുത്താനും എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലായി എൻ്റെ ഇടവകയിൽ, എൻ്റെ കുടുംബത്തിലൊക്കെ കൂട്ടായ്മയും ഐക്യമൊക്കെ വളർത്തിയെടുക്കുവാൻ എനിക്കെന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള ചിന്ത നമ്മളിൽ രൂപപ്പെടുവാനും ദൈവത്തിൽ ആശ്രയിച്ച് അത് നിറവേറാനും ഉള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിങ്ങനെ ഒത്തിരി ആശയങ്ങൾ, ആദർശങ്ങളെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ പൗളോ കൊയ്ലോ എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ 5th മൗണ്ടൻ എന്നുള്ളതിൽ പറയുന്നുണ്ട്, സ്റ്റോപ്പ് തിങ്കിങ് ആൻഡ് ചൂസ് ടു ലിവ്. ഇങ്ങനെ ചിന്തിച്ചിരിക്കാതെ ജീവിക്കാൻ ആരംഭിക്കുക. നമ്മൾ മറ്റുള്ളവരിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ അവർ ജീവിച്ച് കാണണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ വിശ്വാസത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും ഒക്കെ അടിസ്ഥാനമിട്ട വളർന്നു വരുന്നൊരു ജീവിതം നയിക്കുവാനുള്ള ദൈവകൃപ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വഴി നമുക്കുണ്ടാകട്ടെ എന്നും, അങ്ങനെ നമ്മുടെ ഇടവക മറ്റ് ഇടവകകൾക്ക് ഒരു മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതിനുള്ള എല്ലാ ദൈവകൃപകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ, പരിശുദ്ധാരൂപിയാൽ നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പാരിഷ് ദിന മഹോത്സവത്തിലെ 2ാം ദിനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സിസ്റ്റർ. അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വികാരിയച്ഛൻ റെവറൻഡ് ഫാദർ പോളി നീലങ്കാവിലിനെ ക്ഷണിക്കുന്നു. അത്രയും പ്രിയമുള്ള നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടക റെവറൻഡ് സിസ്റ്റർ ആനി കുര്യാക്കോസ്, നമ്മുടെ സുപ്പീരിയർ ജനറൽ CHF, അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റർ അൽഫോൻസ CSS, സുപ്പീരിയർ ജനറൽ സമരിറ്റൻ സിസ്റ്റേഴ്സ്, വെൽക്കം സ്പീച്ച് പറഞ്ഞ നമ്മുടെ കേന്ദ്ര സമിതി കൺവീനർ ആൻഡോ വടക്കുംപാടൻ, അതുപോലെ തന്നെ നമ്മുടെ ഫെലിസിറ്റേഷന് നടത്തുന്ന നമ്മുടെ കാറ്റഗിസം ഹെഡ് മാസ്റ്റർ ജിയോ മാസ്റ്റർ, അതുപോലെ കൈക്കാരന്മാർ ജോയി പുളിക്കൻ, ജോണി കൂള, എല്ലാവരെയും, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാ കോൺഗ്രിഗേഷൻ്റെയും സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കളെ, കുട്ടികളെ, നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഈ ആഘോഷം ഇതാഘോഷമാക്കുന്നത് നിങ്ങളെല്ലാവരും കൂടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ നഴ്സറി മുതൽ പ്രായമായിട്ടുള്ള ആളുകൾ വരെ എല്ലാ പരിപാടികളിലും യൂണിറ്റുകളുടെ തലങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു മഹാമേളയായിട്ടാണ് നമ്മുടെ ഈ ഓഡിറ്റോറിയം നിറഞ്ഞ് ഇരിക്കുകയാണ്. അത് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഒരു പ്രതിഫലനമാണ്. നമുക്കറിയാവുന്ന ഇടവക ഒരു വലിയ കുടുംബമാണ്. വലിയ കുടുംബത്തിൻ്റെ ആ കൂട്ടായ്മയാണ് നമ്മൾ ഇതിലൂടെ പ്രഖ്യാപിക്കുക. പുറത്തും ധാരാളം പേര് നമ്മുടെ ഫുഡ് ഫെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ധാരാളം പേര് പുറത്തുണ്ട്. അപ്പം നമ്മൾ മേഖലാടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കൂട്ടായി പ്രവർത്തിക്കാനായിട്ടുള്ള ആളുകളും അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നവരും ഉണ്ട്. എല്ലാവരെയും പ്രത്യേകം നന്ദിയോടുകൂടെ നമ്മൾ ഓർക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ 3 സ്ട്രീമാണ് നമ്മുടെ ഇടവക മുന്നോട്ട് പോകുന്നത്. ഒന്ന് നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ ഒരു അരുവിയായിട്ട് നമുക്ക് കാണാം.
അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സ്ട്രീം എന്ന് പറയുന്നത് അരുവി എന്ന് പറയുന്നത് നമ്മുടെ ഭക്തസംഘടനകളാണ്. മൂന്നാമത്തേത് നമ്മുടെ മതബോധനം. ഇങ്ങനെ 3 അരുവികൾ നമ്മുടെ ഇടവകയിൽ ഉണ്ട്. എല്ലാ ഇടവകയിലും ഉണ്ട്, പക്ഷെ നമ്മുടെ ഇടവകയിലും അത് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നു. ഈ 3ഉം സംയുക്തമായിട്ട് ചേരുന്ന പ്രവർത്തനങ്ങളാണ്. ഇതിനൊക്കെ നമ്മൾ നേതൃത്വം കൊടുക്കുന്ന ധാരാളം പേരുണ്ട്. അവരുടെ നേതൃത്വത്തിൽ കാലാകാലങ്ങളിൽ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും ചുക്കാൻ പിടിക്കാനായിട്ട് നമ്മുടെ കൈക്കാരന്മാർ എപ്പോഴും ഇടവകയിൽ സജീവ സാന്നിധ്യമാണ്. അപ്പോൾ കൈക്കാരന്മാരും കേന്ദ്ര സമിതി കൺവീനർ, ഏകോപന സമിതി കൺവീനർ, അവരുടെയൊക്കെ നേതൃത്വത്തിൽ അങ്ങനെ നടക്കുന്നു. നമുക്കിന്ന് സൂചിപ്പിക്കാനുള്ള, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വിശ്വാസമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. ഈ കുടുംബങ്ങളുടെ ഈ കൂട്ടായ്മയും സന്തോഷമൊക്കെ നിലനിൽക്കുന്നതും ഇതിനെല്ലാം നമ്മൾ വേണ്ട വിധത്തിന് സമയവും ഒക്കെ ചിലവഴിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ വിശ്വാസം കൈമാറുക എന്നുള്ളത്. ഞാൻ എല്ലാ യൂണിറ്റ് വാർഷികത്തിലും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പ്രധാനപ്പെട്ട ഘടകം വിശ്വാസത്തിൻ്റെ കൈമാറ്റമാണ്. നമുക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കുടുംബങ്ങൾ ഉണ്ടാവുക എന്നതാണ്. വിശ്വാസത്തിൽ അടിസ്ഥാനമുള്ള കുടുംബങ്ങൾ ഉണ്ടാകണമെങ്കിൽ കുടുംബത്തിലാണ് നമ്മൾ വിശ്വാസത്തിൻ്റെ കൈമാറ്റം ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ പഴയ കാലം മുതൽ നമ്മൾ വലിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത്, നമ്മൾ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. എന്ത്? വിശ്വാസത്തിൻ്റെ ദീപശിഖ. അപ്പോൾ വിശ്വാസത്തിൻ്റെ ദീപശിഖ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. അപ്പോൾ കെടാതെ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കണമെങ്കിൽ എന്തുണ്ടാവണം? നമുക്ക് വിശ്വാസം ഉണ്ടാവണം. നമുക്കുള്ള വിശ്വാസം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ചില ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന്, പ്രധാനമായിട്ട് നമ്മൾ ഇന്നും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ത്രിസന്ധ്യ ജപം ചൊല്ലുന്ന ഒരു പതിവുണ്ട്. അതൊരു പാരമ്പര്യമാണ്, വിശ്വാസത്തിൻ്റെ പാരമ്പര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഇനി മുതലെങ്കിലും ഈ വാർഷികത്തോട് തുടങ്ങി അങ്ങോട്ട് നിർബന്ധമായിട്ടും എല്ലാ വീട്ടിലും അപ്പനമ്മയെ ആദ്യം കാണിച്ചു തുടങ്ങണം. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കട്ടിലുമ്പിൽ ഇരുന്നിട്ട് ത്രിസന്ധ്യാജപം ചൊല്ലുക. അപ്പോൾ കുട്ടികളെ കൊണ്ട് ചലിക്കണം. അത് 1 വയസ്സായിട്ടുള്ളെങ്കിലും ആ കുട്ടികളെ കൊണ്ട് ഒപ്പരുത്തി ചലിക്കണം, കുരിശ് വരച്ചു പഠിക്കണം. അമ്മമാരാണ് അത് കൂടുതൽ ചെയ്യുക. നമ്മൾ പാട്ട് കേട്ടിട്ടില്ലേ? അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും. അപ്പോൾ അമ്മമാരാണ് അത് ചെയ്തു കൊടുക്കേണ്ടത്, കുരിശ് വരപ്പിക്കണം. അപ്പോൾ ആ ചെറുപ്രായത്തിൽ തൊട്ട് നമ്മൾ കുരിശ് വരപ്പിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അത് പ്രായമാകുമ്പോഴും അത് മറക്കില്ല. അപ്പോൾ അതുകൊണ്ട് ത്രിസന്ധ്യാജപം കുട്ടികളെ കാട്ടുമ്പോൾ, ഇപ്പം നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ കാട്ടുമ്പോഴേ എനിക്കും മൊബൈൽ തപ്പും പരിഭ്രാന്തിയോടുകൂടി, എന്തിട്ടൊക്കെയാണ് വന്നോളെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ ത്രിസന്ധ്യാജപം ചൊല്ലാം. പിന്നെ നമ്മൾ ചില പാരമ്പര്യങ്ങളുണ്ട്. ആ പാരമ്പര്യങ്ങളുടെ ഞാൻ പലപ്പോഴും പറയാറുള്ള ചില പാരമ്പര്യങ്ങൾ തന്നെയാണ് നമ്മൾ വീട്ടിൽ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ. എല്ലാ ദിവസവും വൈകുന്നേരം അന്നാവെള്ളം തെളിക്കുക. വീട്ടിൽ, പള്ളിയിൽ ഫ്രീ ആയിട്ട് കിട്ടും. അന്നാവെള്ളം കൊണ്ടുപോയിട്ട് വീടുകളിൽ, നമ്മുടെ വീട്ടിലെല്ലാ മുറിയിലും തെളിക്കുക. അതുപോലെ കുന്തിരിക്കം പുകയ്ക്കുക. കുന്തിരിക്കം പുകച്ചാൽ ഈ കുന്തിരിക്കത്തിൻ്റെ സ്മെല്ല് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ആണ് അവിടെ ഫീൽ ചെയ്യുക. അപ്പോൾ ദൈവ സാന്നിധ്യ സ്മരണ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ദൈവ സാന്നിധ്യം നമ്മൾ ഓർക്കുന്നു. അപ്പോൾ വൈകുന്നേരം സന്ധ്യ ആകുമ്പോൾ നമ്മൾ ഇത്തിരി കുന്തിരിക്കം വെക്കും. നമ്മൾ ഈ ഇടവകയിൽ നമ്മൾ കുറച്ച് കുന്തിരിക്കമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഡിസംബർ മാസത്തിൽ നമ്മൾ ഈ നോമ്പൊക്കെ പിടിക്കില്ല. അതിനോടനുബന്ധിച്ച് ഈ ഡിസംബർ 25 നോമ്പിന് എല്ലാ വീട്ടിലും കുന്തിരിക്കാൻ പോകണം. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ കുറേശ്ശെ കുന്തിരിക്കാൻ എല്ലാ വീട്ടിലേക്കും തരും, പാക്കറ്റിലാക്കിയിട്ട് അടുത്ത ഈ ഡിസംബറിൽ. അപ്പോൾ അത് ഈ മാസം നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് പാക്കറ്റൊക്കെ ആക്കിയിട്ട് എല്ലാ വീട്ടിലും. അപ്പോൾ എല്ലാ വീട്ടിലും അത് നമ്മൾ ചെയ്യണം. അതിനിപ്പോൾ പാത്രം നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത് വേണ്ട. ഏതെങ്കിലും ടിന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ കോപ്പയൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ പാത്രത്തിൽ കുറച്ച് തീയൊക്കെ ഉണ്ടാക്കിയിട്ട് ചിരട്ട കരിച്ചിട്ടിട്ട് അത് പുകച്ച് എല്ലാ വീട്ടിലും പുകയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ നോമ്പ് കാലത്ത്, 25 നോമ്പ് കാലത്ത് നമ്മുടെ വീടിൻ്റെ അരിയത്തോടെ പോണവരും അയൽവക്കക്കാരും മറ്റു മതസ്ഥരായിട്ടുള്ളവരൊക്കെ ഈ സ്മെല്ല് കിട്ടുമ്പോൾ ഒരു വിചാരം തോന്നും. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ചില പാരമ്പര്യങ്ങൾ നമ്മൾ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കണം. അത് കുഞ്ഞു പ്രായം മുതലേ ആരംഭിച്ചാൽ മാത്രമാണ് നമ്മളത് നിലനിൽക്കുള്ളൂ. ഈ വലിയ ആഘോഷങ്ങളുടെയും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളുടെ ഇടയിൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധ കൊടുത്താൽ നമ്മുടെ അടുത്ത ജനറേഷനെ വിശ്വാസത്തിൽ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട്
നിങ്ങൾക്കെല്ലാവർക്കും ഈ വലിയ ദിവസത്തിൻ്റെ ഇടവക ദിനത്തിൻ്റെ അതിൻ്റെ ആഘോഷങ്ങൾ ആസ്വദിക്കാനും അതുപോലെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനും നിരവധി തരത്തിലുള്ള ഫുഡുണ്ട്. ഒരു കുന്ന് കാശ് കയ്യിലുണ്ടായാൽ മതി, എല്ലാവരും പോയിട്ട് വാങ്ങിക്കുക. അപ്പോൾ അതിലും സന്തോഷത്തോടു കൂടി കൂട്ടായ്മയോടുകൂടി പങ്കെടുക്കാൻ പറ്റും. എല്ലാവർക്കും പ്രത്യേകം ഈ ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നന്ദി അച്ഛ. ആശംസ പ്രസംഗത്തിനായി സമരട്ടൺ സുപ്പീരിയർ ജനറൽ റെവറൻഡ് സിസ്റ്റർ അൽഫോൻസയെ ക്ഷണിക്കുന്നു. കർത്താവ് നൽകിയ ദിവസമാണിന്ന്. ഇന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. സങ്കീർത്തനം 118:24. ഏറ്റവും പെരിയ ബഹുമാനപ്പെട്ട വികാരിയച്ച, കൊച്ചച്ച, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ വളരെ ഹൃദ്യമായി തന്നെ വികാരിയച്ചനും മദറും എല്ലാവരെയും അഭിസംബോധന ചെയ്തു. അതിനാൽ ഞാൻ ഷോർട്ടാക്കുകയാണ് സമയത്തിൻ്റെ പരിധിയിൽ. ഏറ്റവും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, മാതാപിതാക്കളെ, കൊച്ചുമക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഏറെ സന്തോഷത്തോടും ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് ഈ കുടുംബം സെൻറ്റ് ആൻ്റണീസ് ദേവാലയ അംഗങ്ങളായ കുടുംബാംഗങ്ങൾ നാം ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. കുറച്ച് ജലദോഷമൊക്കെ ആയതിനാൽ സ്വരക്കുറവുണ്ടെങ്കിലും അച്ഛൻ്റെ സ്നേഹവും നിർബന്ധവും മൂലം ഇവിടെ എത്തിച്ചേരാനും നിങ്ങളോടൊപ്പം ആയിരിക്കാനും സാധിച്ചതിലും ഏറെ സന്തോഷമുണ്ട്. ഏകദേശം ഒരു 6 വർഷക്കാലം നമ്മുടെ ഇടവക കുടുംബത്തോട് ചേർന്ന് കുടുംബ സമ്മേളനങ്ങളിലും കുടുംബ സന്ദർശനങ്ങളിലും വ്യക്തികളുമായുള്ള ഇടപഴകലിലും പ്രാർത്ഥിച്ചും പ്രാർത്ഥിപ്പിച്ചും ഈ കുടുംബത്തോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഇന്ന് ഈ സുദിനത്തിൽ നാം ഇവിടെ ഒന്നിച്ച് ചേർന്നിരിക്കുമ്പോൾ ഈ ദേവാലയത്തിൽ നാം ഉള്ളുരുകി വർഷങ്ങളോളം പ്രാർത്ഥിച്ചവരും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് സ്തുതികീർത്തനങ്ങൾ ഉയർത്തിയവരുമാണ്. നല്ല ദൈവത്തിന് ഈ ദേവാലയത്തിലൂടെ നമ്മുടെ വന്ന വൈദികരിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ സഭ നമ്മെ പഠിപ്പിക്കുന്നത് അതൊരു തീർത്ഥാടനമാണ്. തീർത്ഥാടനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ യാത്രകളും തീർത്ഥാടനമല്ല. ആഗോള ജൂബിലി വത്സരത്തിലേക്ക് നാം പ്രവേശിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, പ്രത്യാശയുടെ തീർത്ഥാടകരായി തീരേണ്ടവരാണ് നമ്മളെന്ന്. നാം പല യാത്രകളും നടത്താറുണ്ട്, അതിനെയൊന്നും നമ്മൾ തീർത്ഥാടനം എന്ന് പറയാറില്ല. ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സന്തോഷവും ആരാധനയും പങ്കുവയ്പുമൊക്കെ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കി ക്രൈസ്തവ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ കുഞ്ഞുനാൾ മുതൽ സഭ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ദൈവിക പുണ്യങ്ങളായ വിശ്വാസം, പ്രത്യാശ, ശരണം എന്നീ സ്നേഹം എന്നീ പുണ്യങ്ങളിലൂടെയാണ്. നമുക്കറിയാം, നാം പല സ്ഥലങ്ങളിലും പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്, വിശ്വാസം അതല്ലേ എല്ലാം. നമ്മുടെ വികാരിയച്ഛനും മദറുമൊക്കെ സംസാരിക്കുകയുണ്ടായി വിശ്വാസത്തെക്കുറിച്ച്. നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്തുന്നത് ഈ 3 ദൈവിക പുണ്യങ്ങളാണ് എന്ന് നമ്മൾ കുഞ്ഞുനാളിലെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട്. നാം ഒരു ബസ്സിൽ കയറുമ്പോൾ, ഒരു പ്ലെയിനിൽ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് ഈ വാഹനം നമ്മെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുമെന്ന്. അതുപോലെ കുടുംബജീവിതത്തിൻ്റെ ഭാരാബ്ദങ്ങളിൽ, കഷ്ടനഷ്ടങ്ങളിൽ നാം തളരുന്നില്ല. കാരണം നമ്മുടെ മക്കൾ വലുതാകുമ്പോൾ നമുക്കൊരാശ്വാസം ലഭിക്കും എന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. നമ്മുടെ മക്കളുടെ ജീവിത സാഹചര്യങ്ങളിൽ, പഠന മേഖലകളിലൊക്കെ അവർ തളരുന്നില്ല. കാരണം പപ്പായും മമ്മിയുമൊക്കെ കട്ടയ്ക്ക് സപ്പോർട്ടിനുണ്ട് എന്നുള്ളൊരു പ്രത്യാശ അവർക്കുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളും മക്കളുമൊക്കെ സ്നേഹിക്കണം, സ്നേഹം ലഭിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നവരാണ്, പ്രത്യാശിക്കുന്നവരാണ്. ഇത്തരുണത്തിൽ നമ്മുടെ ഈ ആഘോഷങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ ഇടവക കുടുംബത്തെ
മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, കൊച്ചുമക്കളെ, സമർപ്പിതരെ പ്രതീക്ഷയുടെ കരം പിടിച്ചുകൊണ്ട് പ്രത്യാശയിലൂടെ നയിക്കുന്ന ഒരു ചാലക ശക്തി, അല്ലെങ്കിൽ ഒരു വിളക്ക് കൂടാരം എന്ന് തന്നെ നമുക്ക് പറയാം നമ്മുടെ വികാരിയച്ഛൻ്റെ. അതിൻ്റെ രശ്മികളാണ് നമ്മുടെ കൊച്ചച്ഛൻ ജിതിനച്ഛൻ. പൈതൃകമായ വാത്സല്യത്തോടും സ്നേഹമസൃണമായ പെരുമാറ്റ ശൈലിയോടും ശാന്തസുന്ദരമായ ഭാവഭേദങ്ങളോടും കൂടെ നമ്മെ സ്നേഹിച്ച് ദൈവമാകുന്ന പ്രത്യാശയിലേക്ക് നയിക്കുന്ന നമ്മുടെ വികാരിയച്ഛനും കൊച്ചച്ഛനും നല്ലൊരു ഹർഷാരവത്തോടെ ഈ സുദിനത്തിൻ്റെ അഭിനന്ദനങ്ങൾ നമുക്ക് ആശംസിക്കാം. ഒപ്പം നമ്മുടെ ഇടവക കൈകാരന്മാർ, പ്രത്യേകിച്ചും ഇന്ന് വാർഷികം അനുസ്മരിക്കുന്ന ഇടവക കൂട്ടായ്മയുടെയും സംഘടനകളുടെയും മതബോധനത്തിൻ്റെയും ഔദ്യോഗിക ഭാരവാഹികൾ, മറ്റ് സഹപ്രവർത്തകർ, ഇന്നീ സുദിനം മനോഹരമാക്കുവാൻ ദിവസങ്ങളായി പ്രവർത്തിച്ചവർ, അരങ്ങത്തും അണിയറയിലും ഏറെ അധ്വാനങ്ങൾ കാഴ്ചവെച്ചവർ, എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ ആശംസിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന തിരുവചനത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. അതോടൊപ്പം തന്നെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ഉറപ്പും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതികളനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്നുള്ള പ്രത്യാശയും വിശ്വാസവും നമ്മെ നയിക്കും, ശക്തിപ്പെടുത്തുമെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നല്ല ദൈവത്തിന് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും ആദിമ സമൂഹത്തിൻ്റെ ആ പ്രാർത്ഥനയും ആരാധനയും ചൈതന്യവും പങ്കുവയ്പും നമ്മുടെ കുടുംബങ്ങളിലൂടെ ജാതി മത ഭേദമെന്നെ എല്ലാവർക്കും പകർന്നു കൊടുത്തുകൊണ്ടും മാതൃകാ കുടുംബങ്ങളായി, മാതൃകാ ഇടവകയായി നമുക്ക് ജീവിക്കാം. അതിനുള്ള അനുഗ്രഹങ്ങൾ നല്ല ദൈവത്തിനോട് യാചിക്കാം. ഈ അവസരം നൽകി വികാരിയച്ഛനും കൈക്കാരന്മാർക്കും മറ്റെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സിസ്റ്റർ. അടുത്തതായി സമ്മാനദാനമാണ്. സമ്മാനദാനം നിർവഹിക്കാൻ റെവറൻഡ് സിസ്റ്റർ അൽഫോൻസയെ ക്ഷണിക്കുന്നു. ലോഗോസ് ക്വിസിന് അതിരൂപത തലത്തിൽ 5ാം സ്ഥാനം നേടിയ CR വറീദ് ചേട്ടനെയാണ് നമ്മൾ ആദ്യമായി ആദരിക്കുന്നത്. വറീദ് ചേട്ടൻ, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. കഴിഞ്ഞ വർഷത്തെ ശതാംശ പിരിവിൽ ഏറ്റവും കൂടുതൽ സംഖ്യ പിരിച്ച കുടുംബ കൂട്ടായ്മകൾക്കുള്ള കേന്ദ്രസമിതി നൽകുന്ന പ്രോത്സാഹന സമ്മാനങ്ങൾ അനൗൺസ് ചെയ്യാൻ കേന്ദ്രസമിതി കൺവീനർ ശ്രീ ആന്റോ മാത്യുവിനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ 26 കുടുംബ കൂട്ടായ്മകളിൽ എല്ലാ വീടും കയറി ഇറങ്ങി കാരുണ്യത്തിൻ്റെ വക്താക്കളായിട്ട് മാറിയ, അതിലേറ്റവും കൂടുതലായിട്ട് പിരിച്ച് ഇവിടെ ഏൽപ്പിച്ച് നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്ന ആദ്യത്തെ 3 യൂണിറ്റുകാരെയാണ് ഇവിടെ പ്രോത്സാഹന സമ്മാനങ്ങൾക്കായിട്ട് വിളിക്കുന്നത്. അതിൽ 1ാം സമ്മാനം നേടിയിട്ടുള്ളത് സെൻറ്റ് സേവിയർ യൂണിറ്റ്. അതിൻ്റെ ഭാരവാഹികളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അത് നന്നായി കൈയടിച്ചോ. അവരെല്ലാ മാസം കയറി ഇറങ്ങി ഇങ്ങനെ നടക്കല്ലേ. രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നത് ആരോഗ്യമാത യൂണിറ്റ്. മൂന്നാം സമ്മാനം നേടിയിട്ടുള്ളത് സെന്റ് അലോഷ്യസ് യൂണിറ്റ്. സെന്റ് അലോഷ്യസ്.
അപ്പോൾ എല്ലാവർക്കും ക്യാഷ് അവാർഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം നന്ദി. ഞാൻ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ വളരെ പെട്ടെന്ന് ഇവിടെ വേദിയിലില്ലാത്ത കാരണം ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞു പോകേണ്ട ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം സദസ്സിലിരുന്ന് ഈ പരിപാടികൾ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജിതിനച്ഛനാണ്. അപ്പോൾ ജിതിനച്ഛനെ പറഞ്ഞില്ലേ, 2 മാസമായിട്ട് ഇവിടെ നമ്മുടെ പള്ളിയുടെ ചുറ്റും അതുപോലെ നമ്മുടെ യൂണിറ്റുകളിലത്തെ പല വീടുകളിൽ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇന്നത്തെ ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനൊക്കെ ചുക്കാൻ പിടിച്ച പ്രിയപ്പെട്ട ജിതിനച്ഛനെ ഇന്നത്തെ ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി ഇപ്പോഴും അവിടെ ഇരുന്നിട്ട് എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൽ ആശംസയർപ്പിച്ച് സംസാരിക്കാൻ വിശ്വാസ പരിശീലന പ്രധാന അധ്യാപകൻ ശ്രീ ജിയോ റാഫേലിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, നമുക്കറിയാം നമ്മുടെ വിശ്വാസ പരിശീലന ദിനവും ഇടവക ദിനവും സംയുക്തമായിട്ട് ആചരിക്കുകയാണ്. ഇപ്പം വിശ്വാസ പരിശീലനത്തിൻ്റെ ചാർജ് വഹിക്കുന്നുകൊണ്ട് വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് 2 വാക്ക് കൂടുതൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ മണ്ണുത്തി ഇടവകയിൽ 450ഓളം വിദ്യാർത്ഥികളാണ് വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 32 അധ്യാപകരുമാണ് അവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പോളീച്ചിൻ്റെയും അതുപോലെ തന്നെ ജിതിനച്ചിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ വിശ്വാസ പരിശീലനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൂർദ് ഫൊറോനയിൽ 21 വിശ്വാസ പരിശീലന യൂണിറ്റുകളാണുള്ളത്. കഴിഞ്ഞ വർഷം അതിൽ 7 യൂണിറ്റുകളെ മികച്ച യൂണിറ്റുകളായിട്ട് A ഗ്രേഡ് ലഭിച്ച യൂണിറ്റുകളായിട്ട് സെലക്ട് ചെയ്തു. അതിൽ ഒരു യൂണിറ്റ് നമ്മുടെ മണ്ണൂത്തി വിശ്വാസ പരിശീലന യൂണിറ്റാണ്. വളരെ അഭിമാനത്തോടുകൂടി ഞാൻ നിങ്ങളോടുകൂടി പങ്കുവയ്ക്കുകയാണ്. ഇത്തരുണത്തിൽ കഴിഞ്ഞ വർഷം നമ്മളോട് കൂടി ഉണ്ടായിരുന്ന നിർമ്മലച്ചനെ വളരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നമുക്കറിയാം വിശ്വാസ പരിശീലനമാണ് ഒരു ഇടവകയുടെ അടിത്തറ. ഈ വിശ്വാസ പരിശീലനം കൃത്യമായ രീതിയിൽ നടന്നില്ലെങ്കിൽ ഈ ഇടവകയും ഇടവക ദിനമൊക്കെ ശൂന്യമാകും. മത്തായി 6:33 പറയുന്ന പോലെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയുള്ളവെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ മാതാപിതാക്കൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു വിശ്വാസമാണ്. നമ്മൾ ആദ്യം ദൈവത്തെ ആശ്രയിക്കുക, ദൈവത്തെ അന്വേഷിക്കുക. അപ്പൊ ഈ വിശ്വാസ പരിശീലന ദിനത്തിൽ ഞാൻ പ്രത്യേകം മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മുൻഗണന കൊടുക്കാനായിട്ട് അവരെ പരിശീലിപ്പിക്കണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം ഇടവക ദിനം കൂടി ഇതിനോടുകൂടി നമ്മൾ നടക്കുകയാണ്. ഈ ഇടവക ദിനം എന്ന് പറയുന്നത് ഒരു വലിയൊരു കൂട്ടായ്മയാണ്. ഇത് കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെ മനോഹരമായ രീതിയിലാണ് മേഖലാടിസ്ഥാനത്തിൽ മത്സരങ്ങളും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വിശ്വാസ പരിശീലന ദിനവും ഇടവക ദിനമൊക്കെ ക്രിസ്തു വിശ്വാസം പകർന്നു കൊടുക്കുവാനും ക്രിസ്തീയ മൂല്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള വേദികളാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ഇടവക ദിനത്തിനും വിശ്വാസ പരിശീലന ദിനത്തിനും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു സർ. അടുത്തതായി ആശംസ അറിയിക്കാൻ എത്തുന്നത് ഇടവക ട്രസ്റ്റി ശ്രീ ജോയ് പുളിക്കൻ. അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി അച്ഛൻ ഫാദർ പോളി നീലങ്കാവിലച്ഛൻ, നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന ഹോളി ഫാമിലി ജനറേറ്റ് സിസ്റ്റർ ആനി കുര്യാക്കോസ്, ആശംസാ പ്രസംഗം നടത്താൻ ഇവിടെ എത്തിച്ചേർന്ന
സമരിറ്റൻ സിസ്റ്റേഴ്സിൻ്റെ സിസ്റ്റർ അൽഫോൺസ, കാറ്റീസം പ്രിൻസിപ്പൽ മിസ്റ്റർ ജിയോ റാഫേൽ, ശ്രീ ആൻഡോ വടുക്കുംപാടൻ, എൻ്റെ സഹപ്രവർത്തകരായ ശ്രീ ആൻഡോ ചാലിശ്ശേരി, സണ്ണി, ജോണി, ശ്രീ നോബി മേനാച്ചേരി, കുടുംബ കൂട്ടായ്മ. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വളരെ ആഡംബരമായി, വളരെ സന്തോഷകരമായി നമ്മൾ ഈ പ്രാവശ്യവും കുടുംബ ഇടവക ദിനം ആചരിക്കുകയാണ്. ഇതിൻ്റെ ഈ സാംസ്കാരികോത്സവത്തിൻ്റെയും ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഭക്ഷ്യമേളയുടെയും പിന്നിൽ അണിയറയിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നു. താങ്ക് യു. താങ്ക് യു സർ. അടുത്തതായി കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ ഇടവകയിലെ എല്ലാ ഭവനങ്ങളിലേക്കും കുന്തിരിക്കം വിതരണം ചെയ്യുന്ന പദ്ധതി വികാരിയച്ഛൻ കേന്ദ്രസമിതി കൺവീനർ ശ്രീ ആൻഡോ മാത്യുവിനെ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. യോഗത്തിൽ നന്ദി അറിയിക്കാൻ ഇടവക ട്രസ്റ്റി ശ്രീ ജോണി കുരുതുകുളങ്ങരയെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട സദസ്സിനും വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും പ്രിയമുള്ള ഇടവാംഗങ്ങളെ, നമുക്കറിയുന്നതുപോലെ നമ്മൾ ഇന്ന് ഇടവക ദിനത്തിൻ്റെ 2ാം ദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ ഇടവകയുടെ കൂട്ടായ്മയും ഐക്യവും സന്തോഷവും പ്രകടിപ്പിക്കാനുള്ള സമയമാണിത്. ഈ സമയം പ്രത്യേകമായിട്ട് നമ്മുടെ ക്ഷണം ഇന്നത്തെ ദിവസത്തെ ഇടവക ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പ്രിയമുള്ള ഹോളി ഫാമിലി ജനറാളമ്മ ആനി സിസ്റ്ററിനും ആശംസ പറഞ്ഞ സമരിറ്റൻ ജനറാളമ്മ അൽഫോൻസ സിസ്റ്ററിനും നമ്മുടെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ വേദിയിലുള്ള എല്ലാ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് വികാരിയച്ഛനായ പോളിയച്ഛനും കൊച്ചച്ഛനായ ജിതിനച്ഛനും മറ്റു എല്ലാവർക്കും പ്രത്യേകം ഇടവക കുടുംബത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.